ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് EVSൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ് 4 ഇത് സെക്കൻഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബേർഡ്സ് വാച്ച്, പക്ഷി നിരീക്ഷണം. എ ബേർഡ് വാച്ചിങ് camp was conducted in Chinno's school. They saw many different birds. Some of the birds they found in the school surroundings are given below. അപ്പോൾ ഒരു ബേർഡ് വാച്ചിങ് ക്യാമ്പ് ചിന്നുവിൻ്റെ സ്കൂളിൽ സംഘടിപ്പിച്ചു. അതിൽ അവർ ചുറ്റുപാട്ടത്ത് ഒരുപാട് പക്ഷികളെ കണ്ടെത്തി. ആ പക്ഷികളിൽ ചിലതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഡക്കാണ്, സെക്കൻഡ് വൺ ഈഗിൾ, തേർഡ് വൺ കുളക്കോഴി, വാട്ടർ ബേർഡ് എന്നാണ്, വാട്ടർ ഹെൻ എന്നാണ് പറയുക. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം പേര് ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചാലും മതി. ക്രെയിൻ, ലാസ്റ്റ് വൺ ക്രെയിൻ. നെക്സ്റ്റ്, റൈറ്റ് ദി നെയിംസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ബേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. നമുക്ക് പക്ഷികളെക്കുറിച്ച് ഒരു പാഠം തന്നെ പഠിക്കാനുണ്ട്. നെയിം ഓഫ് ദി ബേർഡ് ഈഗിൾ, കേർവ്ഡ് ബീക്ക്, ഷാർപ്പ് നെയിൽസ്. അഡ്വാൻറ്റേജസ് ടു സ്നാച്ച് ഇറ്റ്സ് പ്രേ ആൻഡ് ടു ടിയർ ഇറ്റ്. അതായത് ഇര പിടിച്ചിട്ട് അതിനെ മുറിച്ച് കഴിക്കാനുള്ള ഒരു ഇതാണ് കേർവ്ഡ് ബീക്കും ഷാർപ്പ് നെയിൽസും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഏതെങ്കിലും ബേർഡ്സിൻ്റെ, അതായത് ഡക്കിൻ്റെതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കാല്, ഫീറ്റ് അല്ലേ, അതിൻ്റെ ഫീറ്റിൻ്റെ പ്രത്യേകത ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചത് ഈഗിള്, ഡക്ക്, പിന്നെ ക്രെയിൻ്റെതും എഴുതാം. ക്രെയിൻ്റെ ലോങ് ലെഗ് അതൊക്കെ വെച്ചിട്ട് അതും എഴുതാം കേട്ടോ. വിച്ച് ഈസ് മൈഗ്രേറ്ററി ബേർഡ്, അതായത് ഇതിലേതാണ് ദേശാടന പക്ഷി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോൾഡൻ ഓറിയോൾ അല്ലേ. നെക്സ്റ്റ്, ആർട്ട് ഫോംസ്. Descriptions on the art forms of Kerala are included in Chinno's school magazine. The pictures of art forms in the magazines are given below. കുറച്ച് ആർട്സിൻ്റെ നെയിംസ് എഴുതാനാണ്. പിക്ചർ തന്നിട്ടുണ്ട്. വൺ കോൽക്കളി, തെയ്യാണ് പിന്നെ വരുന്നത്, പിന്നെ കഥകളി. ഹൂ ഡ്രൂ ദ ബ്യൂട്ടിഫുൾ പിക്ചർ, രാജാ രവിവർമ്മയുടെ ചിത്രമാണിത്. പിന്നെ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ എനി വൺ ഓഫ് ദി ആർട്ട് ഫോം. ഒപ്പനയെക്കുറിച്ചോ തിരുവാതിരക്കളിയെക്കുറിച്ചോ ഒരു ഡിസ്ക്രിപ്ഷൻ. നമുക്കറിയാവുന്ന അതെങ്ങനെയാണ് കളിക്കുന്നത്, എത്ര പേരാണ് കളിക്കുന്നത്, അതിൻ്റെ ഒക്കേഷൻ, അതിൻ്റെ ചരിത്രം, അതൊക്കെ വെച്ചിട്ട് എഴുതാം. ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ലുക്ക് അറ്റ് ദി മെറ്റീരിയൽസ് ഗിവൺ ബിലോ. ഇവിടെ ഗ്ലാസ് ടംബ്ലർ തന്നിട്ടുണ്ട്, ബലൂൺ തന്നിട്ടുണ്ട്, ത്രെഡ്, കാർഡ്ബോർഡ്, പീ സീഡ്സ്, ലോങ് സ്റ്റിക്ക്, പേപ്പർ കപ്പ്, ഇൻസെൻസ് സ്റ്റിക്ക്. Write an experiment note which you can do using these materials. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് എഴുതാനാണ്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന എക്സ്പെരിമെൻ്റ് അത് ഈ പോർഷനിൽ എഴുതാം. ഈ സാധനങ്ങൾ, മെറ്റീരിയൽസൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വെയിറ്റ് നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ത്രാസ് ഉണ്ടാക്കുക, ഈ ത്രെഡും ഇൻസെൻസ് സ്റ്റിക്കും ലോങ് സ്റ്റിക്ക് ഇതൊക്കെ വെച്ചിട്ടൊരു ത്രാസ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ ബലൂണിൻ്റെ വെയിറ്റ് നോക്കുക. ഒരു സൈഡിൽ പീസീഡ്സ് വെച്ച് കൊടുക്കുക. എപ്പോഴാണ് ബലൂണിൻ്റെ അത് ബാലൻസ് ചെയ്യുന്നത് നോക്കുക. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ വെയിറ്റ് നോക്കാനുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെൻറ്റ് നന്നായിട്ടൊന്ന് പഠിച്ചു പോവുക. നിങ്ങൾ പഠിച്ച എല്ലാ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും ഒരു കറക്റ്റ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. നെക്സ്റ്റ്, ദ ടേബിൾ ബിലോ ഈസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. കംപ്ലീറ്റ് ദി ടേബിൾ. ഇപ്പോൾ സ്റ്റോണിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഉണ്ട്. യെസ്. വെയിറ്റ് ഉണ്ടോ? യെസ്. സ്പേസ് ടു എക്സിസ്റ്റ് നീഡഡ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റേറ്റ് സോളിഡാണ്. ഓയിലിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഓയിൽ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പായിരിക്കും. ഒരു വെസൽ, ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ അതിൻ്റെ ഷേപ്പായിരിക്കും. അപ്പോൾ ഓയിലിന് ഷേപ്പില്ല. അതുപോലെ തന്നെ വേപ്പറിനും ഒരു ഷേപ്പില്ല. പിന്നെ വെയിറ്റ് ഉണ്ട്. ഓയിലിന് വെയിറ്റ് ഉണ്ട്. പിന്നെ സ്പേസ് വേണം. എല്ലാത്തിനും നീഡഡാണ്. സ്റ്റേറ്റ് ഓയിൽ വാട്ടറാണ്, ലിക്വിഡ് സ്റ്റേറ്റാണ്. ഓയിൽ ലിക്വിഡ് സ്റ്റേറ്റാണ്. വേപ്പർ ഗ്യാസാണ്.
ദ ക്രസൻറ്റ്. ഡ്രോ ദ മൂൺ ആൻഡ് ദി എർത്ത് ആൻഡ് ഷോ ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ. ഇത് പിന്നെ ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയുമാണ്. Read the statements given below. Tick the correct statements. In a new moon day, the moon is not at all seen. Planets are heavenly bodies that shine in the sky. In a full moon day, the illuminated part of the moon is fully visible. The spinning of the earth on its own axis is called revolution. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശരി അടയാളപ്പെടുത്തുക. നമ്മൾ ഇതിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. നെക്സ്റ്റ്, ടിക്ക് ദ സാറ്റലൈറ്റ് ഓഫ് ദി എർത്തിൻ്റെ സാറ്റലൈറ്റിന് ടിക്കിടുക. ചന്ദ്രനാണല്ലേ, മൂൺ. ആർട്ട് ആൻഡ് മ്യൂസിക്. ഇത് ഓട്ടംതുള്ളൽ അല്ലേ, ഇതിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചാക്യാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാം. പിന്നെ റീഡ് ദ ഫോളോയിങ് ആൻഡ് കംപ്ലീറ്റ് ദി കോളം സ്യൂട്ടബിളി. ഇതിലെ ദ ആർട്ട് ഫോം ഒറിജിനേറ്റഡ് ഇൻ കേരള കഥകളിയാണ്. പിന്നെ സ്വാതി തിരുനാൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? രാജാ രവിവർമ്മ. പെയിൻറ്റിംഗ് ആണ് രാജാ രവിവർമ്മ. ഇവിടെ പെയിൻറ്റിംഗ് ഉണ്ട്, രാജാ രവിവർമ്മ ഉണ്ട്. ഇരിയമ്മൻ തമ്പി ഉണ്ട്, ഓമനത്തിങ്കൾ കിടാവോ, അത് രണ്ടുമാണ് വരുന്നത്. മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടാണ് വരുന്നത്. പിന്നെ സ്വാതി തിരുനാൾ റൂളർ ഹു വാസ് എ മ്യൂസീഷ്യൻ. സ്വാതി തിരുനാൾ ആരാണ്? റൂളറാണ്, രാജാവാണ്. ഹു വാസ് എ മ്യൂസീഷ്യനുമാണ്. അപ്പോൾ അതാണ് നിങ്ങളിങ്ങോട്ട് എഴുതേണ്ടത്. പുട്ട് എ ടിങ്ക് ഓൺ ദി കിങ് ഓഫ് ആർട്ട്. ഏതാണ് ആർട്സിൻ്റെ കിങ് എന്നറിയപ്പെടുന്നത്? Look at the symbols on the map and answer the following questions. Identify your district and color it. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കളർ ചെയ്യുക. നെയിം 2 districts വിത്ത് എയർപോർട്ടുള്ള 2 ഡിസ്ട്രിക്റ്റ്. അത് എയർപോർട്ട്, വിമാനത്തിൻ്റെ ഒരു ചിത്രം ഉണ്ടാവും, അതുള്ള 2 ഡിസ്ട്രിക്റ്റ് എഴുതുക. 2 districts വിത്ത് ഹാർബേഴ്സ്. അത് ഷിപ്പിൻ്റെ ചിഹ്നമുള്ള 2 ഡിസ്ട്രിക്റ്റ് നോക്കിയിട്ട് ആ 2 എഴുതുക. ഒന്നാമത്തേത് റൈറ്റ് ദ ഡിറക്ഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നോർത്ത്, ഇവിടെ മുകളിൽ നോർത്ത് വരും, താഴെ സൗത്ത് വരും. ഇവിടെ വെസ്റ്റ്, പിന്നെ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും 4 ഡിറക്ഷൻസ് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയൊന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവും, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോവുക. ആ ഡിറക്ഷൻസ് എന്തായാലും നിങ്ങൾ പഠിക്കണം. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇത് മോഡലൊരു EVS ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറേ മോഡൽസ് EVS ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാത്സും നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ അന്ന് നിന്നുള്ള എക്സാമിൻ്റെ ഒരു ഡിസ്കഷൻ സെക്ഷനും വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.